Good morning. So now let us discuss modulus of a complex number. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. The modulus or absolute value of a complex number z is equal to x plus iy is defined as the non-negative real number root of x square plus y square and is denoted by mod z. അപ്പോൾ z is equal to x plus iy എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നോൺ നെഗറ്റീവ് റിയൽ നമ്പർ, അതായത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് z അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് z എന്ന് പറയുന്നത്. z is equal to x plus iy ആണെങ്കിൽ then root of x square plus y square is known as modulus of z or absolute value of z and it is denoted by mod z. That is, mod z is equal to root of x square plus y square. For example, if z is equal to 2 minus 3i. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട് z is equal to 2 minus 3i. So അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? മോഡ് z is equal to root of x square plus y square ആണ്. ഇവിടെ xന്റെ സ്ഥലത്ത് 2 ആണ്, yന്റെ സ്ഥലത്ത് minus 3 ആണ്. So mod z is equal to root of 2 square plus minus 3 whole square, that is equal to root of 4 plus 9 which is equal to root 13. For any complex number z is equal to x plus iy, z bar that is z conjugate is equal to x minus iy. നമ്മൾ മുന്നേ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് z conjugate എന്ന് പറഞ്ഞ്. അതായത് അതിൻ്റെ നെഗറ്റീവ് പാർട്ടി ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ് എടുക്കുന്നതാണ് z conjugate. അപ്പോൾ ഫോർ എനി കോംപ്ലക്സ് നമ്പർ z is equal to x plus iy, z conjugate is equal to x minus iy ആണ്, and hence z into z conjugate is equal to x square plus y square. കാരണം z x plus iy ആണ്, z conjugate x minus iy ആണ്. So z into z conjugate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x plus iy into x minus iy. അപ്പോൾ നിങ്ങൾക്കറിയാം a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square ആണ്. സോ ഇവിടെ a square എന്ന് പറയുമ്പോൾ x square വരും, മൈനസ് b square എന്ന് പറയുമ്പോൾ iy the whole square എന്ന് വരും. പക്ഷെ i square എന്താണ്? -1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മാറും, ബാക്കി y square. അപ്പോൾ z into z conjugate is equal to x square plus y square. ഇതിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടാൽ മതി, x plus iy into x minus iy എന്താണെന്ന് കാണാം. അപ്പോൾ using algebraic identities you will get it as x square plus y square. Hence, modulus of z denoted by mod z can also be defined as the non-negative square root of z into z bar. കാരണം z ബാർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റിൻ്റെ സ്ക്വയർ അല്ലേ? മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ z ബാർ ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് മോഡ് സെറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നോൺ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് z ബാർ ആണെന്ന് ഡിഫൈൻ ചെയ്യാം. കാരണം z ബാർ ഈക്വൽ ടു മോഡ് z സ്ക്വയർ ആണ്. അപ്പോൾ മോഡ് z ഇസ് ഈക്വൽ ടു പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് z ബാർ. ദാറ്റ് ഈസ് മോഡ് z ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് z ബാർ. Geometrically, the number mod z is the distance between the point z is equal to xy and the origin. അപ്പോൾ നമുക്ക് മോഡ് z എന്താണെന്ന് ജോമെട്രിക്കൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് z is equal to xy and the origin ആണ്. ഒറിജിനിൽ നിന്ന് z is equal to xy എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി മോഡ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്നത് മോഡ് zൻ്റെ വാല്യൂ. Consequently, modulus of z1 minus z2. Modulus of z1 minus z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? That is the distance between the points z1 and z2. അല്ലേ? Modulus of z1 minus z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the distance between the points z1 and z2. This fact is also evident from the definition. Since modulus of z1 minus z2 is equal to, ഇത് നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് ഈ ഫാക്റ്റ് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് z1 മൈനസ് z1 മൈനസ് z2ൻ്റെ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് x1 മൈനസ് x2, അതായത് കറസ്പോണ്ടിങ് റിയൽ പാർട്സിൻ്റെ ഡിഫറൻസ് പ്ലസ് i ഇൻറ്റു കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്സിൻ്റെ ഡിഫറൻസ്.
So this is equal to modulus of x1 minus x2 plus I into y1 minus y2. That is equal to what is modulus of ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by definition എന്താണ്? That is the square root of real part in the square plus imaginary part in the square അല്ലേ? Mod z is equal to നമുക്ക് എന്താണ്? root of x square plus y square ആണ്. x എന്ന് പറയുന്നത് z ന്റെ റിയൽ പാർട്ട് ആണ്, y എന്ന് പറയുന്നത് z ന്റെ ഇമാജിനറി പാർട്ട് ആണ്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്തായിരിക്കും? that is equal to square root of x1 minus x2 whole square plus y1 minus y2 whole square. Remark: the statement mod z1 greater than mod z2 means that the point z1 is farther. So this complex number the real part is x1 minus x2 and its imaginary part is y1 minus y2. Therefore its modulus is equal to root of x1 minus x2 the whole square plus y1 minus y2 the whole square. So this is actually the distance between the points x1, z1 and z2. Remark 1. The statement modulus of z1 greater than mod z2 means that the point z1 is farther from the origin than is the point z2. Because mod z1 that is the distance from the origin to the point z1 and the mod z2 is the distance from the origin to the point z2. അപ്പോൾ മോഡ് z1 ഗ്രേറ്റർ ദാൻ മോഡ് z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ z1 എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് കൂടുതൽ ദൂരെയാണ്. z2 എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിനേക്കാളും കൂടുതൽ ദൂരത്തിലാണ് z1 എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് ഇരിക്കുന്നത് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. That is, the point z1 is farther from the origin than is the point z2. Thus, elementary notation of linear order greater than or less than is applicable to absolute values because they are real numbers. അപ്പോൾ നമുക്ക് ഈ greater than less than എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് മോഡുലസ് വാല്യൂ ഓഫ് എ കോംപ്ലക്സ് നമ്പറിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം മോഡുലസ് വാല്യൂ എന്ന് പറയുമ്പം അതൊരു റിയൽ നമ്പർ ആണല്ലോ. കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്, അതൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പം അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. However, the statement z1 greater than z2 or z1 less than z2 are meaningless unless z1 and z2 are both real. പക്ഷെ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ z1 greater than z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യും. കാരണം z1 ഒരു റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഉണ്ട്, അതുപോലെ z2നും ഒരു റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഉണ്ട്. അപ്പം നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് ജനറലി റിയൽ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്ന പോലെ ഒരാൾ ഗ്രേറ്റർ ദാൻ മറ്റേ കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൺലി വി ക്യാൻ കമ്പയർ ദ മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. കാരണം കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ഒരു റിയൽ നമ്പർ ആണ്, അതുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻ ജനറൽ ഒരു സാധാ ഒരു കോംപ്ലക്സ് നമ്പർ z1 and z2 തന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അൺലെസ് z1 and z2 ആർ ബോത്ത് റിയൽ. രണ്ടും റിയൽ ആവുമ്പോൾ മാത്രമേ നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. Remark 2. Associated with each complex number z, there are three real numbers: real z, imaginary z, and mod z. അപ്പം ഏതൊരു കോംപ്ലക്സ് നമ്പർ z എടുത്തു കഴിഞ്ഞാലും അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് മൂന്ന് റിയൽ നമ്പേഴ്സ് പറയാൻ പറ്റും. അതായത് ആ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് അതൊരു റിയൽ നമ്പർ ആണ്. പിന്നെ ആ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് അതും ഒരു റിയൽ നമ്പർ ആണ്. ആൻഡ് കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് അതും ഒരു റിയൽ നമ്പർ ആണ് അല്ലേ. ഇപ്പോൾ z എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഇസ് എ റിയൽ നമ്പർ, ഇമാജിനറി പാർട്ട് ഓഫ് z ഇസ് എ റിയൽ നമ്പർ, ആൻഡ് ഇറ്റ്സ് മോഡുലസ് ഇസ് ഓൾസോ എ റിയൽ നമ്പർ. So given a complex number associated with it, we can find three real numbers. They are related by the equation mod z square is equal to real z square plus imaginary z square. അല്ലേ, കാരണം mod z is equal to root of x square plus y square ആണ്. അതുകൊണ്ട് mod z square is equal to x square plus y square ആണ്. x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ z, x square എന്ന് പറഞ്ഞാൽ റിയൽ z-ന്റെ സ്ക്വയർ ആണ്. അതുപോലെ y square എന്ന് പറഞ്ഞാൽ ഇമാജിനറി z-ന്റെ സ്ക്വയർ ആണ്. അപ്പം ഈ മൂന്ന് റിയൽ നമ്പേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് z സ്ക്വയർ ഇസ് ഈക്വൽ ടു റിയൽ z സ്ക്വയർ പ്ലസ് ഇമാജിനറി z സ്ക്വയർ ആണ്.
and the conditions mod z greater than or equal to mod real z, which is greater than or equal to real z, and mod z is greater than or equal to imaginary z, which is greater than or equal to imaginary z. ഈ കണ്ടീഷൻസ് അവർ കണക്ട് ചെയ്യുന്നതാണ്. കാരണം മോഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ എന്താണ്, മോഡ് എക്സ് ആണല്ലോ. ആൻഡ് മോഡ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. സിമിലർലി നമുക്ക് മോഡ് സെറ്റ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് വൈ ആണ്, അതായത് മോഡ് ഇമാജിനറി സെറ്റ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇമാജിനറി സെറ്റ്. അപ്പം ഈ റിലേഷൻസും ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലൈ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ മോഡുലസിൻ്റെ മോഡുലൈ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് പ്ലൂരൽ ആൻഡ് മോഡുലസ് എന്ന് പറയുമ്പം സിംഗുലർ ഫോം ആണ്. സോ മോഡുലൈ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് Z1 ആൻഡ് Z2 ആർ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ്, Z1 ഉം Z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ ദെൻ മോഡ് Z1 കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് Z1. അതായത് Z1 കോൺജുഗേറ്റിൻ്റെ മോഡുലസും Z1ൻ്റെ മോഡുലസും സെയിം ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് modulus of Z1 into Z2 is equal to mod Z1 into mod Z2. Third property, modulus of Z1 by Z2 is equal to mod Z1 by mod Z2. Fourth property, modulus of Z1 plus Z2 is less than or equal to mod Z1 plus mod Z2. Fifth property is modulus of Z1 plus Z2 is greater than or equal to mod Z1 minus mod Z2. And sixth property is modulus of Z1 minus Z2 is greater than or equal to modulus of mod Z1 minus mod Z2. So proof. Let Z1 equal to x1 plus iy1 and Z2 equal to x2 plus iy2. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തു Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x1 പ്ലസ് iy1 ആണ്, ആൻഡ് Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x2 പ്ലസ് iy2 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, മോഡുലസ് ഓഫ് Z1 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1. സോ മോഡ് Z1 എന്തായിരിക്കും, ദാറ്റ് ഈസ് ബൈ ഫോർമുല റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. ആൻഡ് Z1 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് x1 മൈനസ് iy1. ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ് എടുത്തു. ദ ഫോർ മോഡുലസ് ഓഫ് Z1 കോൺജുഗേറ്റ് എന്തായിരിക്കും, ദാറ്റ് വിൽ ബി മോഡുലസ് ഓഫ് x1 പ്ലസ് i ഇൻറ്റു മൈനസ് y1. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് മോഡുലസ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് മൈനസ് y1 സ്ക്വയർ. But what is minus y1 square? That is y1 square. കാരണം മൈനസിൻ്റെ മൈനസ് ഇൻറ്റു മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ എന്ന് വരും. ബട്ട് റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ എന്താണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മോഡ് Z1 ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡ് Z1. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, modulus of Z1 conjugate is equal to modulus of Z1 എന്ന് കിട്ടി. Second property is modulus of Z1 into Z2 equal to mod Z1 into mod Z2. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ modulus of Z1 into Z2 whole square ആണ് കാണുന്നത്. നമുക്കറിയാം mod Z square is equal to Z bar ആണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ മുന്നേ കണ്ടു mod Z square equal to Z into Z bar ആണ്, Z കോൺജുഗേറ്റ് ആണ്. അപ്പോൾ മോഡ് Z1 Z2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, Z1 Z2 ഇൻറ്റു Z1 Z2 കോൺജുഗേറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Z1 Z2 ഇൻറ്റു, നമുക്കറിയാം Z1 Z2 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 കോൺജുഗേറ്റ് ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ജസ്റ്റ് അസോസിയേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു Z1 ഇൻറ്റു Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 ഇൻറ്റു Z2 കോൺജുഗേറ്റ്. പക്ഷേ Z1 ഇൻറ്റു Z1 കോൺജുഗേറ്റ് എന്താണ്, മോഡ് Z1 സ്ക്വയർ ആണ്. അതേപോലെ Z2 ഇൻറ്റു Z2 കോൺജുഗേറ്റ് എന്താണ്, മോഡ് Z2 സ്ക്വയർ ആണ്. സോ മോഡ് Z1 Z2 സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് Z1 സ്ക്വയർ ഇൻറ്റു മോഡ് Z2 സ്ക്വയർ. ഇനി നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കാം. സോ ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ് ഓഫ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് മോഡ് Z1 Z2 ഇസ് ഈക്വൽ ടു മോഡ് Z1 ഇൻറ്റു മോഡ് Z2. അപ്പോൾ നമുക്ക് സെക്കൻഡ് വണ്ണ് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് വണ്ണാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത്
modulus of z1 by z2 is equal to mod z1 by mod z2. So third property നോക്കാം. Modulus of z1 by z2 whole square എന്താണെന്ന് നമ്മൾ ചെയ്യാം. So this is equal to z1 by z2 into z1 by z2 conjugate എന്ന് എഴുതണം. അതിവിടെ എഴുതിയിട്ടില്ല. ഇവിടെ എഴുതണം നിങ്ങൾ z1 by z2 whole conjugate എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ z1 by z2 into z1 by z2 whole conjugate ആണ് അല്ലേ? കാരണം mod z square equal to zz bar ആണ്. ഇവിടെ z-ന്റെ സ്ഥലത്ത് z1 by z2 ആണ്. സോ നമ്മൾ z1 by z2 into z1 by z2 whole conjugate ചെയ്തു. പക്ഷെ നമുക്കറിയാം z1 by z2 whole conjugate എന്ന് പറഞ്ഞാൽ z1 conjugate divided by z2 conjugate ആണ്. സോ z1 by z2 into z1 conjugate by z2 conjugate. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? z1 conjugate divided by z2 conjugate എന്ന് കിട്ടും. പക്ഷെ നമുക്കറിയാം z1 into z1 conjugate is equal to mod z1 square ആണ്. സിമിലർലി z2 into z2 conjugate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mod z2 square ആണ്. So this is equal to mod z1 square by mod z2 square. ഇനി നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? mod z1 by z2 is equal to mod z1 divided by mod z2. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു. ഇനി ഫോർത്ത് പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് modulus of z1 plus z2 is less than or equal to mod z1 plus mod z2. ഫോർത്ത് പ്രോപ്പർട്ടി നോക്കാം. modulus of z1 plus z2 whole square എന്താണ് നമ്മൾ ചെയ്യുന്നു. സോ നമ്മൾ എല്ലാത്തിൻ്റെ പ്രൂഫിന് അധികം ഈ ഒരു റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് mod z square equal to z into z conjugate എന്ന റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. So modulus of z1 plus z2 whole square is equal to z1 plus z2 into z1 plus z2 whole conjugate using this result. And നമുക്കറിയാം z1 plus z2 whole conjugate is equal to z1 conjugate plus z2 conjugate. ഈ പ്രോപ്പർട്ടിയൊക്കെ കോൺജുഗേറ്റ് എടുക്കുന്ന സമയത്തിന് പഠിപ്പിച്ച പ്രോപ്പർട്ടീസ് ആണ്. അതായത് മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രോപ്പർട്ടീസ് ആണ്. അത് നിങ്ങൾ റെഫർ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് യൂസ് ചെയ്ത് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു z1 into z1 conjugate plus z1 into z2 conjugate അല്ലേ? z1 into z1 conjugate plus z1 into z2 conjugate plus z2 into z1 conjugate plus z2 into z2 conjugate. അപ്പോൾ ഇതാണ് ഈ സ്റ്റെപ്പ്. പക്ഷെ നമുക്കറിയാം z1 into z1 conjugate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? mod z1 square ആണ്. ബാക്കി ഈ ടേം അതേപോലെ എഴുതി z1 z2 conjugate. ഈ ടേമിനെ നിങ്ങൾ മാറ്റി എഴുതി. ദറ്റ് ഈസ് z1 z2 conjugate the whole conjugate എന്ന് എഴുതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഇത് ഹോൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ z1 conjugate into z2 conjugate the whole conjugate വരും. പക്ഷെ z2 conjugate the whole conjugate എന്ന് പറഞ്ഞാൽ z2 തന്നെയാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. ആക്ച്വലി ഈ രണ്ട് ടേംസും സെയിം ആണ്, അതുകൊണ്ട് ഒരു ചേഞ്ചും വരുന്നില്ല. ഇനി z2 into z2 conjugateനെ mod z2 square എന്ന് എഴുതി. പക്ഷെ നിങ്ങൾക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ പ്ലസ് അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 times റിയൽ പാർട്ട് ഓഫ് ആ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും അല്ലേ? കാരണം z പ്ലസ് z കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു 2 times റിയൽ z എന്നുള്ള റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഈ ടേമിനെ z1 z2 കോൺജുഗേറ്റ് പ്ലസ് z1 z2 കോൺജുഗേറ്റ് ദി ഹോൾ കോൺജുഗേറ്റ് എന്നുള്ളതിനെ 2 times റിയൽ പാർട്ട് ഓഫ് z1 z2 കോൺജുഗേറ്റ് എന്ന് എഴുതി. ബാക്കി രണ്ട് ടേംസും അതേപോലെ തന്നെ എഴുതി. ഇനി നിങ്ങൾക്കറിയാം എന്ത്? റിയൽ z എന്ന് പറയുന്നത് ഒരു ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod z ആണ് അല്ലേ? നമ്മൾ ഇവിടെ ഒരു റിസൾട്ട് പറഞ്ഞില്ലേ, റിയൽ z ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod z. സോ ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് റിയൽ പാർട്ട് ഓഫ് z1 z2 കോൺജുഗേറ്റ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod z1 z2 കോൺജുഗേറ്റ്. ഇവിടെ z-ന്റെ സ്ഥലത്ത് z1 z2 കോൺജുഗേറ്റ് ആയത് കാരണം ഇതിനെ നമുക്ക് റിയൽ പാർട്ട് ഓഫ് z1 z2 കോൺജുഗേറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod z1 z2 കോൺജുഗേറ്റ് എന്ന് എഴുതാം. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നത്. ഈ ടേമും അതേപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod z1 സ്ക്വയർ പ്ലസ് 2 times mod z1 z2 കോൺജുഗേറ്റ് പ്ലസ് mod z2 സ്ക്വയർ എന്ന് എഴുതി. വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod z1 സ്ക്വയർ പ്ലസ് 2 times mod z1 z2 കോൺജുഗേറ്റ് അല്ലേ? ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താം. mod ab is less than or equal to mod a into mod b ആണ്. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി പ്ലസ് z2 സ്ക്വയർ എന്ന് എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു mod z1 സ്ക്വയർ പ്ലസ് 2 times mod z1 into mod z2. കാരണം നമുക്കറിയാം mod z2 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു mod z2 ആണ്. സോ
So ഇതിനെ റീപ്ലേസ് ചെയ്ത് മോഡ് z2 എന്ന് എഴുതി പ്ലസ് മോഡ് z2 സ്ക്വയർ എന്ന് എഴുതി. ബട്ട് ദിസ് ഇസ് നത്തിങ്. എന്താണ് മോഡ് z2 പ്ലസ് അല്ല മോഡ് ഇവിടെ z1 ആണ്, ഇവിടെ 1 ആണ്, 2 അല്ല. മോഡ് z1 പ്ലസ് ഇത് 1 ആണ്. മോഡ് z1 പ്ലസ് മോഡ് z2 ഹോൾ സ്ക്വയർ അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? മോഡ് z1 സ്ക്വയർ പ്ലസ് 2 ടൈംസ് മോഡ് z1 z2 പ്ലസ് മോഡ് z2 സ്ക്വയർ എന്ന് കിട്ടും. അപ്പം ഇതിനെ നിങ്ങൾക്ക് മോഡ് z1 പ്ലസ് മോഡ് z2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾ LHSൽ മോഡ് z1 പ്ലസ് z2 ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് മോഡ് z2 ദി ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കുക. So taking square root on both sides, you will be getting mod z1 plus z2 is less than or equal to mod z1 plus mod z2. Extension of the above rule. Replacing z2 in the above result by z2 plus z3. അപ്പോൾ ഈ z2 ന് പകരം നമ്മൾ z2 plus z3 വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? mod z1 plus z2 plus z3 is less than or equal to mod z1 plus mod z2 plus mod z3 എന്ന് വരും. അപ്പം അതിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ദാറ്റ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു mod z1 plus mod z2 plus mod z3 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് z1 plus z2 plus etc plus zn is less than or equal to mod z1 plus mod z2 plus etc plus mod zn എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ല? ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്തായിരുന്നു? മോഡുലസ് ഓഫ് z1 plus z2 is greater than or equal to mod z1 minus mod z2. നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് മോഡ് z1 is equal to ഒരു z2 നമ്മൾ ആഡ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു മോഡുലസിന് അകത്ത്. അപ്പം നൾ എഫക്റ്റ് ഒന്നും ചേഞ്ച് ആവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്തു? ഈ മോഡ് z1 മോഡുലസിനകത്ത് ഒരു z2 ആഡ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2 മൈനസ് z2. ഇനി ഇതിന് നമ്മൾ ഇനീക്വാളിറ്റി 4 യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് തൊട്ട് മേലെ യൂസ് ചെയ്ത് ഈ ഇനീക്വാളിറ്റി യൂസ് ചെയ്ത് ഇതിന് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് മോഡ് z2 മോഡ് z1 പ്ലസ് z2 പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് z2 എന്ന് എഴുതാൻ പറ്റും. പക്ഷെ മോഡുലസ് ഓഫ് മൈനസ് z2 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z2 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് മോഡ് z2 സിൻസ് മോഡ് മൈനസ് z2 ഇസ് ഈക്വൽ ടു മോഡ് z2. അത് കാരണം നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്തു. ദെർഫോർ മോഡ് z1 മൈനസ് മോഡ് z2, അതായത് ഈ മോഡ് z2 എന്ന് പറയുന്ന ടേമിനെ LHSലോട്ട് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി മോഡ് z1 ഉണ്ട്. അപ്പോൾ ഇത് LHSലോട്ട് വരുമ്പോൾ മൈനസ് ഓഫ് മോഡ് z2 എന്ന ടേമായി മാറും. ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു RHSൽ എന്ത് വരും? മോഡ് z1 പ്ലസ് z2 എന്ന് വരും. ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 മൈനസ് മോഡ് z2. ഓക്കെ. ഇനി സിക്സ്ത് പ്രോപ്പർട്ടി എന്തായിരുന്നു? മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് z1 മൈനസ് മോഡ് z2. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡുലസ് ഓഫ് z1 മൈനസ് z2 ദി ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കി. അപ്പോൾ z ഇൻറ്റു z കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് z സ്ക്വയർ എന്ന റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇതിന് നിങ്ങൾക്ക് z1 മൈനസ് z2 ഇൻറ്റു z1 മൈനസ് z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് എഴുതാം. പക്ഷെ ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z1 കോൺജുഗേറ്റ് മൈനസ് z2 കോൺജുഗേറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ദിസ് ഇസ് ഈക്വൽ ടു z1 മൈനസ് z2 ഇൻറ്റു z1 കോൺജുഗേറ്റ് മൈനസ് z2 കോൺജുഗേറ്റ്. ഇനി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് കാണുക. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു z1 ഇൻറ്റു z1 കോൺജുഗേറ്റ് മൈനസ് z1 ഇൻറ്റു z2 കോൺജുഗേറ്റ് മൈനസ് z1 കോൺജുഗേറ്റ് ഇൻറ്റു z2 പ്ലസ് z2 ഇൻറ്റു z2 കോൺജുഗേറ്റ് എന്നുള്ള ഈ സ്റ്റെപ്പ് കിട്ടും. ഈ സ്റ്റെപ്പിൽ z1 ഇൻറ്റു z1 കോൺജുഗേറ്റ് ഈസ് മോഡ് z1 സ്ക്വയർ ആൻഡ് ഇതിനെ നെഗറ്റീവ് സൈൻ പുറത്തെടുത്തിട്ട് z1 z2 കോൺജുഗേറ്റ് ഇൻറ്റു z1 z2 കോൺജുഗേറ്റ് ദി ഹോൾ കോൺജുഗേറ്റ് എന്നുള്ള സ്റ്റെപ്പ് എഴുതാം.
കാരണം z1 z2 കോൺജുഗേറ്റ് ദി ഹോൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ z1 കോൺജുഗേറ്റ് ഇൻറ്റു z2 എന്ന് കിട്ടും. ഈ ടേം തന്നെ കിട്ടും. അപ്പോൾ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ആൻഡ് z2 ഇൻറ്റു z2 കോൺജുഗേറ്റ് ഈസ് mod z2 സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു z1 സ്ക്വയർ മൈനസ് 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് z1 z2 കോൺജുഗേറ്റ് അല്ലേ? കാരണം ഒരു കോംപ്ലക്സ് നമ്പർ പ്ലസ് അതിൻ്റെ കോൺജുഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ആണെന്നുള്ള റിസൾട്ട് ഉണ്ട്. z പ്ലസ് z കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് z ആണ്. സോ ആ റിസൾട്ട് യൂസ് ചെയ്ത് ഇതിനെ നമുക്ക് 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് z1 z2 കോൺജുഗേറ്റ് എന്ന് എഴുതാം പ്ലസ് z2 mod z2 സ്ക്വയർ. പക്ഷെ നമുക്കറിയാം real part of a complex number is always less than or equal to that modulus of that complex number. So real part of z1 z2 conjugate is always less than or equal to modulus of z1 z2 conjugate, and this is equal to mod z1 into mod z2, because this is equal to mod z1 into mod z2 conjugate, and that is equal to mod z1 into mod z2, which implies minus 2 times. അപ്പോൾ രണ്ട് സൈഡും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ മൈനസ് 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് z1 ഇൻറ്റു z2 കോൺജുഗേറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 2 ടൈംസ് മോഡ് z1 ഇൻറ്റു മോഡ് z2. രണ്ട് സൈഡും മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ മൈനസ് 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് z1 ഇൻറ്റു z2 കോൺജുഗേറ്റിന് പകരം greater than or equal to minus 2 times mod z1 into mod z2 എന്ന് റീപ്ലേസ് ചെയ്യാം. Hence equation 1 becomes mod z1 minus z2 whole square is greater than or equal to mod z1 square. ഈ ഒരു ടേമിന് പകരം നിങ്ങൾ ഇത് റീപ്ലേസ് ചെയ്യാം. മൈനസ് 2 ടൈംസ് mod z1 into mod z2. അങ്ങനെയാണ് ഇവിടെ നമുക്ക് greater than or equal to വന്നത്. ഈ ടേമിന് റീപ്ലേസ് ചെയ്തപ്പോൾ പ്ലസ് mod z2 സ്ക്വയർ. പക്ഷെ ഇതെന്താണ്? ഈ ഒരു എക്സ്പാൻഷൻ എന്താണ്? ഈ ഒരു എക്സ്പാൻഷൻ mod z1 സ്ക്വയർ മൈനസ് 2 ടൈംസ് mod z1 ഇൻറ്റു mod z2 പ്ലസ് mod z2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു mod z1 മൈനസ് mod z2 ഹോൾ സ്ക്വയർ അല്ലേ? ഇതിൻ്റെ എക്സ്പാൻഷനാണ് mod z1 സ്ക്വയർ മൈനസ് 2 ടൈംസ് mod z1 ഇൻറ്റു mod z2 പ്ലസ് mod z2 സ്ക്വയർ. അപ്പോൾ രണ്ട് സൈഡും ഇനി സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? mod z1 പ്ലസ് mod z1 മൈനസ് z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് mod z1 മൈനസ് mod z2 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ 6 പ്രോപ്പർട്ടീസിൻ്റെയും പ്രൂഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.